നമസ്കാരം. KSR ക്ലാസിൻ്റെ 17ാം ഭാഗത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൈലേജ് അലവൻസിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ബൈ റോഡ് മൈലേജ് അലവൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ബൈ റെയിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, ബൈ റെയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ജീവനക്കാരുടെ ഗ്രേഡ് ഏത് വിധത്തിലാണ് MA കാൽക്കുലേഷനെ സ്വാധീനിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിനോട് കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസ് ടൂർണമെൻറ്റ് ജീവനക്കാർക്ക് വേണ്ടി ഉള്ള വിവിധ മത്സരങ്ങൾ, അതിൽ ഇന്ത്യൻ സിവിൽ സർവീസ് ടൂർണമെൻറ്റിൽ കളിക്കാൻ പോകുന്ന സർവീസിലുള്ള ജീവനക്കാർക്ക് അവരുടെ ഗ്രേഡ് നോക്കാതെ അവർക്ക് ഫസ്റ്റ് ക്ലാസ് ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റും. ഗ്രേഡ് അവർ ഏത് ട്രെയിനിൽ ഏത് ആക്സസിബിലിറ്റി ആണെങ്കിലും, ഇപ്പോൾ ക്ലാസ് 4 ഒക്കെ ആണെങ്കിൽ ജനറൽ ക്ലാസ്സിലെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. കേരളത്തിനകത്ത് നോർമൽ 2T ആണെങ്കിൽ ക്ലാസ് 4 ഓഫീസേഴ്സ്, ഗ്രേഡ് 4 ഓഫീസേഴ്സ്, അവർക്ക് നോർമൽ ടിക്കറ്റ്, സ്ലീപ്പർ ടിക്കറ്റും കൂടിയല്ല, നോർമൽ എക്സ്പ്രസ് മെയിൽ ടിക്കറ്റുകൾ, അതായത് ജനറൽ ടിക്കറ്റ് ആണ് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെയുള്ളവരും ഓൾ ഇന്ത്യ സിവിൽ സർവീസ് ടൂർണമെൻറ്റിൽ പ്ലേയേഴ്സായിട്ട് പോകുമ്പോൾ അവർക്ക് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിൽ യാത്ര ചെയ്യാം, ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ ടിക്കറ്റിൽ അവർക്ക് യാത്ര ചെയ്യാം. ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ അത് ഗ്രേഡ് 2Aക്കുള്ളതാണ്. ഗ്രേഡ് 2Aക്കുള്ള ആക്സസിബിലിറ്റിയാണ് ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ ടിക്കറ്റ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഗ്രേഡ് 1 ക്ലാസ് 1 ഓഫീസർ, ഗ്രേഡ് 1 ഓഫീസേഴ്സ് ആണെങ്കിൽ സെക്കൻഡ് AC-യിൽ യാത്ര ചെയ്യാം. ഗ്രേഡ് 2A ഓഫീസേഴ്സ് ആണെങ്കിൽ അവർക്ക് ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യാം. ഈ പോകുന്ന ട്രെയിനിൽ, അവർ പോകാൻ ഉദ്ദേശിക്കുന്ന ട്രെയിനിൽ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു സ്റ്റേജ് കൂടി മുകളിലേക്ക് കയറി ഗ്രേഡ് 1 ഓഫീസേഴ്സിനെ പോലെ തന്നെ സെക്കൻഡ് AC-യിൽ യാത്ര ചെയ്യാം. എങ്ങനെയാണെങ്കിൽ ദ ട്രെയിൻ ഡസ് നോട്ട് ക്യാരി ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റ്സ്, ഈവൻ ദോ ദ എലിജിബിലിറ്റി ഓഫ് 2A, ഗ്രേഡ് 2A ഓഫീസേഴ്സ് ആർ ഫസ്റ്റ് ക്ലാസ് compartments, but unfortunately the train does not carry first class compartment. Then their accessibility can be stepped up into second AC. അവർക്ക് ഗ്രേഡ് 1 ഓഫീസർമാരെ പോലെ സെക്കൻഡ് AC കമ്പാർട്ട്മെൻറ്റുകളിൽ യാത്ര ചെയ്യാം. അപ്പോൾ ഗ്രേഡ് 2A ആണ് ഫസ്റ്റ് ക്ലാസ് ആക്ച്വലി. അതുപോലെ 2B ആണെങ്കിൽ, ഗ്രേഡ് 2B ഓഫീസേഴ്സ് ആണെങ്കിൽ അവർക്ക് തേർഡ് AC ആണ് അവരുടെ ആക്സസിബിലിറ്റി. തേർഡ് AC, അവർ പോകുന്ന ട്രെയിനിൽ തേർഡ് AC കമ്പാർട്ട്മെൻറ്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ they can also be stepped one stage higher to grade 2A officers and they can access the service of first class compartments. അവർക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ കയറാം. തേർഡ് AC-യേക്കാൾ ഹയർ ആണ് ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റ്, ഫസ്റ്റ് ക്ലാസ്സിനേക്കാൾ ഹയർ ആണ് സെക്കൻഡ് AC. സെക്കൻഡ് AC ഗ്രേഡ് 1 ഓഫീസേഴ്സിന് മാത്രമാണ്. 2Aക്ക് ഫസ്റ്റ് ക്ലാസ് ആണ് ആക്സസിബിലിറ്റി. ഫസ്റ്റ് ക്ലാസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സെക്കൻഡ് AC-യിലേക്ക് ഫസ്റ്റ് ക്ലാസ് ഓഫീസർമാരെ പോലെ, ഗ്രേഡ് 1 ഓഫീസേഴ്സിനെ പോലെ ഫസ്റ്റ് ക്ലാസ് ബോഗിയിൽ കയറാം. 2Bക്ക് ഒറിജിനൽ അവരുടെ ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞാൽ തേർഡ് AC ആണ്. തേർഡ് AC ഇല്ല എന്നുണ്ടെങ്കിൽ ആസ് 2A ഗ്രേഡ് ജീവനക്കാരെ പോലെ അവർക്ക് ഫസ്റ്റ് ക്ലാസ് ബോഗിയിൽ കയറാം. ഗ്രേഡ് 3 ഓഫീസേഴ്സ് ആണെങ്കിൽ അവർക്ക് സ്ലീപ്പർ ക്ലാസ്സിലേ പോകാൻ പറ്റുള്ളൂ. ആൻഡ് ക്ലാസ് ഗ്രേഡ് 4 ഓഫീസേഴ്സ് ആണെങ്കിൽ അവർക്ക് ജനറൽ ടിക്കറ്റ് എന്നുള്ള സാധാ എക്സ്പ്രസ് മെയിൽ ടിക്കറ്റുകൾ, സൂപ്പർ ഫാസ്റ്റ് സാധാ ടിക്കറ്റുകൾ, അതാണ് അവർക്ക് ആക്സസിബിലിറ്റി. അതാണ് ഗ്രഡേഷനും ട്രെയിൻ ആക്സസിബിലിറ്റിയും തമ്മിലുള്ള ബന്ധം. ഇപ്പം നമ്മൾ ഇവിടെ പറഞ്ഞു വരുന്നത് അതല്ല. ഇവരിൽ ആരാണെങ്കിലും പ്ലെയേഴ്സായിട്ട് ഇന്ത്യൻ
സിവിൽ സർവീസ് ടൂർണമെൻറ്റിൽ പ്ലെയേഴ്സായിട്ട് പോവുകയാണെങ്കിൽ, ടൂർണമെൻറ്റ് നടക്കുന്നത് എവിടെയോ, ഇന്ത്യക്കകത്ത് എവിടെയോ ആയിക്കോട്ടെ പോവുകയാണെങ്കിൽ അവർക്ക് ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യാം. മാത്രമല്ല ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യാൻ അർഹതപ്പെട്ട ജീവനക്കാരെ പോലെ അവർക്ക് അതിനനുസരിച്ചുള്ള മറ്റ് അലവൻസുകൾക്കും അർഹതയുണ്ട്. ഇതേ അർഹത അവർക്ക് സ്റ്റേറ്റ് സിവിൽ സർവീസിൽ കളിക്കാൻ പോകുമ്പോഴും കിട്ടും. പക്ഷെ ഒരു വ്യത്യാസം, സ്റ്റേറ്റ് സിവിൽ സർവീസ് ടൂർണമെൻറ്റുകളിൽ കളിക്കാൻ പോകുന്ന പ്ലെയേഴ്സിന് ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യാം. പക്ഷേ ഡി എ, മറ്റ് അലവൻസുകൾ ഡി എ അവർക്ക് അവരുടെ ഗ്രേഡ് അനുസരിച്ച് എന്താണോ ഡി എ അതേ കിട്ടുള്ളൂ. ഒരു ക്ലാസ് 3 ഒരു ഗ്രേഡ് 3 ഓഫീസറാണ് പോകുന്നത്, പ്ലെയറായിട്ട് പോകുന്നത്, സ്റ്റേറ്റ് സിവിൽ സർവീസ് ടൂർണമെൻറ്റിൽ പോകുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യാം, ടിക്കറ്റ് ഫെയർ കിട്ടും. പക്ഷെ ഡി എയുടെ കാര്യം വരും, ഡെയിലി അലവൻസിൻ്റെ കാര്യം വരുമ്പോൾ അത് ക്ലാസ് 3 ഗ്രേഡ് 3 ഓഫീസേഴ്സിന് എന്താണോ ആ ഡെയിലി അലവൻസേ അവർക്ക് ലഭിക്കുള്ളൂ. നമ്മൾ ആ മൈലേജ് അലവൻസുമായി കൂട്ടിച്ചേർത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇത്രയും നേരം പറഞ്ഞത്. നമ്മൾ ഇനി ഡെയിലി അലവൻസിലേക്കാണ് പോകുന്നത്. ഡെയിലി അലവൻസ് ഡി എ, നമ്മൾ ഈ പറയുന്ന 5 ടി എയുടെ 5 ഭാഗങ്ങളിൽ, അതായത് പി ടി എ, പി സി എ, എം എ, ഡി എ, ആക്ച്വൽ എക്സ്പെൻസസ്, ഇതാണ് 5 ഭാഗങ്ങൾ. അതിൽ ഏറ്റവും വലിയ ഭാഗമാണ് ഡി എ എന്നുള്ളത്. ഡി എയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഡി എയുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഡെയിലി ഡി എ എന്ന് പറഞ്ഞാൽ അത് ഡെയിലി അലവൻസ് എന്നാണ് അത് പറയുക. ഡെയിലി നമ്മൾ ശമ്പളത്തിൻ്റെ കൂടെ കിട്ടുന്ന ഡി എ അല്ല, ഡെയിലി അലവൻസ്, ദിനബത്ത എന്നാണ് അതിൻ്റെ മലയാളം, ദിനബത്ത. അപ്പോൾ ഈ ദിനബത്തയെ കുറിച്ച് പറയുമ്പോൾ halt whenever an officer is on halt in connection with a official tour, ആ സമയത്ത് ലഭിക്കുന്നതാണ് ഡെയിലി അലവൻസ്. ഹോൾട്ട് ചെയ്യുമ്പോൾ മാത്രം. ഒരു യാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ട സമയം തൊട്ട് ആ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുന്ന സമയം വരെയുള്ള ഡ്യൂറേഷൻ നമ്മൾ ഹോൾട്ടായിട്ട് കണക്കാക്കില്ല. അതിന് മുഴുവനുള്ള ഡി എ കിട്ടില്ല. ഞാൻ പറഞ്ഞു, അതിൽ യാത്രയ്ക്ക് ഉപയോഗിച്ച സമയം മാറ്റി നിർത്തി യാത്രയിൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? എം എ ആണ്. അപ്പോൾ യാത്ര കഴിഞ്ഞു, മീൻസ് ഓൺവേർഡ് ജേണി കഴിഞ്ഞു. നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തി. നമ്മളവിടെ സ്റ്റേഷനിൽ, ബസ് സ്റ്റാൻഡിൽ, എയർപോർട്ടിൽ എവിടെയാണോ നമ്മളവിടെ ഇറങ്ങി. ആ സമയം തൊട്ട് തിരിച്ച് നമ്മുടെ ഒഫീഷ്യൽ പർപ്പസൊക്കെ കഴിഞ്ഞ് തിരിച്ച് അവിടെ നിന്ന് റിട്ടേൺ ജേണി ആരംഭിക്കുന്ന ആ നിമിഷം, ആ സമയം വരെയുള്ള ഡ്യൂറേഷനാണ് നമ്മൾ ഹോൾട്ടായി കണക്കാക്കുന്നത്. ആ ഹോൾട്ടിനനുസരിച്ചാണ് നമ്മളുടെ ഡി എ, ഡെയിലി അലവൻസ് അഥവാ ദിനബത്തയുടെ ആക്സസിബിലിറ്റി. അങ്ങനെ ഹോൾട്ട് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ഓഫീസർക്കുണ്ടാവുന്ന ചിലവുകൾ, അതിനെ മീറ്റ് ചെയ്യാനാണ് ഡെയിലി അലവൻസ് കൊടുക്കുന്നത്. ഈ ഡെയിലി അലവൻസും നമ്മൾ എം എ പറഞ്ഞ പോലെ തന്നെ, ട്രെയിനിൽ എം എ പറഞ്ഞ പോലെ തന്നെ ജീവനക്കാരുടെ ഗ്രേഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ജീവനക്കാരുടെ ഗ്രേഡുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഡെയിലി അലവൻസ്. എല്ലാ ജീവനക്കാർക്കും അവർ താമസിക്കുന്നത് അല്ലെങ്കിൽ അവർ പോകുന്നത് ഒരേ സ്ഥലത്തേക്ക്, അവർ ഓഫീസിലെ ഓഫീസറും സൂപ്രണ്ടും ഹെഡ് ക്ലാർക്കും മറ്റ് ക്ലർക്കുമാരും മറ്റ് ടെക്നിക്കൽ വിംഗ് ജീവനക്കാരും എല്ലാവരും ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അല്ല, എല്ലാവരും പലരും ഒരു ഡെസ്റ്റിനേഷനിൽ പോവുകയാണ് ഒഫീഷ്യൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട്. പക്ഷെ അവർക്ക് എല്ലാവർക്കും ഒരേ ഹോൾട്ട് ഡി എ അല്ല കിട്ടുക. അവരുടെ ബേസിക് പേ അനുസരിച്ച്, അവരുടെ ഗ്രേഡ് മാറുന്നതിനനുസരിച്ച് അവരുടെ ഡി എയിലും മാറ്റമുണ്ടാവും. അതാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. ആ ഡ്യൂറേഷൻ ഓഫ് ഹോൾട്ട് ആൻഡ് ഡി എ. ഹാൾട്ടിൻ്റെ ഡ്യൂറേഷനും ഡി എയും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ അപ് ടു 6 hours, 6 മണിക്കൂർ വരെയാണ് ഹോൾട്ട് എന്നുണ്ടെങ്കിൽ, 6 മണിക്കൂർ വരെയാണ് ഹോൾട്ട് എന്നുണ്ടെങ്കിൽ നോ ഡി എ.
അതായത് ട്രാവൽ ചെയ്ത് നമ്മളവിടെ ഒരു ഡെസ്റ്റിനേഷനിലെത്തി 2 3 4 മണിക്കൂർ കൊണ്ട് നമുക്കവിടെ ചെയ്യേണ്ടുന്ന ഒഫീഷ്യൽ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞു. 5 മണിക്കൂറിന് ശേഷം 6 മണിക്കൂർ തികഞ്ഞിട്ടില്ല, 6 മണിക്കൂർ പൂർത്തിയായിട്ടില്ല, അതിനു മുന്നേ നമ്മൾ തിരിച്ച് ഉള്ള റിട്ടേൺ ജേണി ആരംഭിച്ചു. അപ്പോൾ നമ്മൾ 1 മണിക്കൂറാവാം, 2 മണിക്കൂറാവാം, 5 മണിക്കൂറാവാം, 5.25 മണിക്കൂറാവാം, അപ് ടു 6 എന്നാണ് പറയുന്നത്. അപ് ടു 6, 6 മണിക്കൂർ വരെ ഉള്ള ഹോൾട്ടിന് DA ഇല്ല. അപ്പോൾ അവിടെ നമുക്ക് ആ ടോട്ടൽ യാത്രയ്ക്ക് ലഭിക്കുന്ന TA എത്രയാണെന്ന് ചോദിച്ചാൽ അങ്ങോട്ടുള്ള MA തിരിച്ച് ഇങ്ങോട്ടുള്ള MA, അങ്ങോട്ടുള്ള മൈലേജ് അലവൻസ് പ്ലസ് ഇങ്ങോട്ടുള്ള മൈലേജ് അലവൻസ്, അതായത് ചോയ്സ് ഓഫ് മൈലേജ് അലവൻസ് എന്ന് നമുക്കങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതിൽ ചില കാര്യങ്ങളുണ്ട്, ഏതായാലും അതും കൂടി ഇപ്പോൾ പറയാം. അതായത് സെയിം ഡേ ആണ് നമ്മൾ യാത്ര റിട്ടേൺ ജേണി നടത്തുന്നത്. ട്രെയിനിലാണെങ്കിൽ കേട്ടോ, ട്രെയിനിലാണെങ്കിൽ സെയിം ഡേ ആണ് റിട്ടേൺ ജേണി നടത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് ഒരു 50 കിലോമീറ്റർ അകലെയുള്ള ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ഒരു ഓഫീസർ ഒരു ഔദ്യോഗിക ആവശ്യത്തിന് യാത്ര ചെയ്തു. 50 കിലോമീറ്റർ അപ്പുറം. രണ്ടും റെയിൽ കണക്ടിവിറ്റി ഉണ്ട്. അങ്ങോട്ടും 50 കിലോമീറ്റർ, ഇങ്ങോട്ടും 50 കിലോമീറ്റർ. അദ്ദേഹം ഒരു ഗ്രേഡ് 1 ഓഫീസർ ആയിരുന്നു. ബേസിക് പേ നോക്കുമ്പോൾ അദ്ദേഹം ഒരു ഗ്രേഡ് 1 ഓഫീസർ ആയിരുന്നു. അവർക്ക് AC MA കണക്കാക്കുമ്പോൾ AC ഫെയർ കിട്ടും. AC ഫെയർ 500 രൂപയാണെന്ന് വിചാരിക്കുക. സെക്കൻഡ് AC 500 രൂപയാണെന്ന് വിചാരിക്കാം, സെക്കൻഡ് AC ഫെയർ. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയ്ക്ക് ഈ 50 കിലോമീറ്റർ ദൂരം അങ്ങോട്ട് പോവാൻ 50 കിലോമീറ്ററിൻ്റെ AC ഫെയർ ആയിട്ടുള്ള 500 രൂപ പ്ലസ് MA, ഗ്രേഡ് 1 ഓഫീസറുടെ MA എന്ന് പറഞ്ഞാൽ 90 പൈസ പെർ കിലോമീറ്റർ ആണല്ലോ. അപ്പോൾ 50 കിലോമീറ്ററേ പോയിട്ടുള്ളൂ. 0.9 ഇൻറ്റു 50, 45 റുപ്പീസാണ് കിട്ടുക. 45 റുപ്പീസാണ് 0.9 ഇൻറ്റു 50 എന്ന കാൽക്കുലേഷനിൽ നമുക്ക് ലഭിക്കുന്നത്, അയാളുടെ ഇൻസിഡൻ്റൽ എക്സ്പെൻസ് ആയിട്ട്. പക്ഷേ ഒരു നിയമം കൂടിയുണ്ട്, മിനിമം ഇൻസിഡൻ്റൽ എക്സ്പെൻസ് ഹാഫ് DA ആയിരിക്കണം എന്ന്. അങ്ങനെ വരുമ്പോൾ ഗ്രേഡ് 1 ഓഫീസർ ആയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ 1 DA എന്ന് പറഞ്ഞാൽ 600 രൂപയാണ്. 1 DA എന്ന് പറഞ്ഞാൽ 600 രൂപയാണ്. അതിൻ്റെ ഹാഫ് 300 ആണ്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയ്ക്ക് അദ്ദേഹത്തിന് ഫെയർ ആയിട്ട് 500 രൂപ, ട്രെയിൻ ഫെയർ ആയിട്ട് 500 രൂപയും പ്ലസ് 300 രൂപ അദ്ദേഹത്തിൻ്റെ എലിജിബിൾ ഇൻസിഡൻ്റൽ എക്സ്പെൻസ് ആയിട്ട് 500ഉം 300ഉം 800 രൂപ കിട്ടി അങ്ങോട്ടുള്ള യാത്രയ്ക്ക്. അവിടെ അദ്ദേഹം 4 മണിക്കൂർ മാത്രമേ ചിലവഴിച്ചുള്ളൂ എന്ന് വിചാരിക്കുക. 4 മണിക്കൂർ മാത്രമേ ചിലവഴിച്ചുള്ളൂ. അദ്ദേഹം തിരിച്ചു വരുന്നു, അന്ന് തന്നെ തിരിച്ചു വരുന്നു. തിരിച്ച് ഇതേപോലെ 50 കിലോമീറ്റർ ട്രെയിനിൽ സഞ്ചരിക്കുന്നു, 500 രൂപ ഫെയർ കൊടുക്കുന്നു. പക്ഷേ ഇൻസിഡൻ്റൽ എക്സ്പെൻസ് 0 ആയിരിക്കും. എന്താ കാരണം? അതാണ് റൂള്. സെയിം ഡേ റിട്ടേൺ ജേണി നടത്തുകയാണെങ്കിൽ ഒരു വശത്തേക്ക് മാത്രമേ എന്ത് കൊടുക്കുള്ളൂ? ഇൻസിഡൻ്റൽ എക്സ്പെൻസ് കൊടുക്കുള്ളൂ. നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ 50 കിലോമീറ്റർ പോകാനാണ് അദ്ദേഹത്തിന് 300 രൂപ രാവിലെ ഇൻസിഡൻ്റൽ എക്സ്പെൻസ് ആയിട്ട് കൊടുത്തത്. 50 കിലോമീറ്റർ ട്രെയിൻ ഓടി എത്തുമ്പോഴേക്കും എങ്ങനെ വിചാരിച്ചാലും ഈ 300 രൂപ അദ്ദേഹത്തിന് ഭക്ഷണം കഴിച്ചിട്ടോ ചായ കഴിച്ചിട്ടോ ചിലവാക്കാൻ പറ്റില്ല. സെയിം ഡേ, ചെറിയ ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നത്. അതാണ് സെയിം ഡേ റിട്ടേൺ വരുന്നത്. അതിന് വേറെ നിയമമുണ്ട്, സെയിം ഡേ റിട്ടേൺ വരുന്നത്. അപ്പോൾ സെയിം ഡേ ആണ് റിട്ടേൺ വരുന്നതെങ്കിൽ ഒരു വശത്തേക്കുള്ള യാത്രയ്ക്ക് ഇൻസിഡൻ്റൽ എക്സ്പെൻസ് കിട്ടുള്ളൂ. ബൈ ട്രെയിൻ ആണെങ്കിൽ ഇൻസിഡൻ്റൽ എക്സ്പെൻസ് കിട്ടുള്ളൂ. അങ്ങോട്ട് 500ഉം 300ഉം 800 രൂപ കിട്ടുമ്പോൾ ഇങ്ങോട്ട് 500 ഫെയർ ആയിട്ടുള്ള 500 മാത്രമേ കിട്ടുള്ളൂ. ഇൻസിഡൻ്റൽ എക്സ്പെൻസ് 0 ആയിരിക്കും. എങ്ങനെയാണെങ്കിൽ ഇഫ് ദ റിട്ടേൺ ജേണി ഈസ് പെർഫോംഡ് ഓൺ ദ സെയിം ഡേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ദിവസം ആണെങ്കിൽ. ഇനി 50 കിലോമീറ്റർ വരെയുള്ള ദൂരത്തേക്കാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പോകാനുള്ള ഡെസ്റ്റിനേഷൻ 50 കിലോമീറ്റർ മാത്രം അകലെയുള്ളതാണെങ്കിൽ അങ്ങോട്ട് നിങ്ങൾ സെയിം ഡേയെ പോകാനും പാടുള്ളൂ. തലേ ദിവസം തന്നെ പോയി അവിടെ ഹോൾട്ട് ചെയ്യാൻ പാടില്ല.
എന്നാണോ നിങ്ങളുടെ ഒഫീഷ്യൽ ഡ്യൂട്ടി ഫിക്സ് ചെയ്തിട്ടുള്ളത് അന്ന് രാവിലെ മാത്രമേ നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റുള്ളൂ. എന്നാണോ നിങ്ങളുടെ ഒഫീഷ്യൽ ഡ്യൂട്ടി കഴിയുന്നത് അന്ന് തന്നെ കഴിയുകയാണെങ്കിൽ അന്ന് തന്നെ തിരിച്ചു വരണം. നെക്സ്റ്റ് ഡേയെ കഴിയുന്നുള്ളൂ എങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ തിരിച്ചു വരണം. അതായത് വെനെവർ യുവർ ഒഫീഷ്യൽ ഡ്യൂട്ടീസ് ആർ ഓവർ അവിടെ സ്റ്റേ ചെയ്യരുത്, അവിടെ ഹോൾട്ട് ചെയ്യരുത്. എങ്ങനെയാണെങ്കിൽ ഇഫ് ദ ഡിസ്റ്റൻസ് ഈസ് വിത്തിൻ 50 kilometers ഫ്രം യുവർ ഓഫീസ്, നിങ്ങൾ യാത്ര ആരംഭിക്കുന്ന ഓഫീസിൽ നിന്ന് 50 കിലോമീറ്ററിനകത്തുള്ള ഒരു സ്റ്റേഷനിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ യു ആർ നോട്ട് പെർമിറ്റഡ് ടു സ്റ്റേ അറ്റ് ദ ഔട്ട് സ്റ്റേഷൻ. എങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് യുവർ ഡ്യൂട്ടീസ് അറ്റ് ദ ഔട്ട് സ്റ്റേഷൻ യു ആർ നോട്ട് പെർമിറ്റഡ് ടു ടേക്ക് അനദർ ഹോൾട്ട് ദർ. As soon as you complete your official purposes, you have to return from that station. എങ്ങനെയാണെങ്കിൽ 50 കിലോമീറ്റേഴ്സിനകത്താണെങ്കിൽ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു വരുന്നത്, ഡി എയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞത്. ഇത് എം എയുമായി കൂട്ടിച്ചേർത്ത് പറയേണ്ട കാര്യമാണെങ്കിലും ഇത് ടി എ എന്നുള്ള ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പലപ്പോഴും പ്രോബ്ലംസ് വരാറുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇത് ഈ ഭാഗത്തു കൂടി ചേർത്ത് ഞാൻ പറയുന്നത്. അതായത് 50 കിലോമീറ്റർ ദൂരം ഒരു പ്രത്യേകതയാണ്. 50 കിലോമീറ്റർ ദൂരത്തിനകത്ത് പോകുന്ന ഏത് സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിലും എന്നാണോ നിങ്ങൾ ഡ്യൂട്ടി അന്നേ പോകാൻ പാടുള്ളൂ, തലേ ദിവസം പോകാൻ പാടില്ല. അത് വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. അവിടെ ഹോൾട്ട് ചെയ്തതായി കാണിച്ചു. ആൻഡ് ദ സാങ്ഷനിങ് അതോറിറ്റി റിജക്റ്റഡ് ടു പേ ദ ഡി എ ഫോർ ദാറ്റ് ഹോൾട്ട് കമൻറ്റ് എന്ന് പറഞ്ഞിട്ട് 50 കിലോമീറ്റർ താഴെയുള്ള സ്ഥലത്തേക്ക് ഒരു ഒഫീഷ്യൽ പർപ്പസിന് പോയി. അന്ന് ഒഫീഷ്യൽ പർപ്പസ് കഴിഞ്ഞ് അന്ന് അവിടെ ഹോൾട്ട് കാണിച്ചു. നെക്സ്റ്റ് ഡേ റിട്ടേൺ ചെയ്തതായി കാണിച്ചു. സാങ്ഷനിങ് അതോറിറ്റി ആ ഹോൾട്ടിൻ്റെ ഡി എ കട്ട് ചെയ്തു. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. എന്താ കാരണം? 50 കിലോമീറ്റർ അകത്താണ് ആ ഡെസ്റ്റിനേഷൻ. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് ഓർമ്മ വയ്ക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു വരുന്നത്? ഡി എ ഡെയിലി അലവൻസ് അപ് ടു 6 hours നോ ഡി എ. 6 മണിക്കൂർ വരെ ഒരു ഡി എ ഒരു പൈസ പോലും ഹോൾട്ടിനായിട്ട് നിങ്ങൾക്ക് കിട്ടില്ല. എന്നാൽ 6 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച നിങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞില്ല, ഔട്ട് സ്റ്റേഷനിലെ നിങ്ങളുടെ ഡ്യൂട്ടി ആ 6 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എബവ് 6 hours അപ് ടു 12 hours ഹാഫ് ഡി എ കിട്ടും. എബവ് 6 hours അപ് ടു 12 hours നിങ്ങൾക്ക് ഹാഫ് ഡി എ കിട്ടും. ഈ ഡി എ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ടൈപ്പിൽ ഒരുപാട് രീതിയിൽ പ്രോബ്ലംസ് വരാറുണ്ട്. ഡി എ കാൽക്കുലേഷൻ, എം എ കാൽക്കുലേഷൻ, അതായത് ഒരു ഓഫീസറിനെ മൊത്തം ട്രാവലിംഗ് ഇട്ട് പറയും. ആ ട്രാവലിങ്ങിൽ ചിലപ്പോൾ ചോദിക്കും ഇതിൽ ഹോൾട്ട് ഡി എ എത്രയാണ് കിട്ടുക, ചിലപ്പോൾ അങ്ങനെയാവും ചോദിക്കുക. അദ്ദേഹത്തിന് ഹോൾട്ട് ഐറ്റത്തിൽ എത്ര രൂപ കിട്ടും. ചിലപ്പോൾ ചോദിക്കുക അദ്ദേഹത്തിന് എം എ ആയിട്ട് എത്ര രൂപ കിട്ടും. ചിലപ്പോൾ ഹോൾട്ട് 2-3 സ്ഥലത്ത് പോയിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തേക്ക് മാത്രം സ്പെസിഫൈ ചെയ്ത് അവിടുത്തെ ഹോൾട്ടിന് എന്ത് കിട്ടും, അതൊക്കെ നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. അങ്ങനെയൊക്കെ പല വിധത്തിൽ ചോദിക്കും. ഈ നിയമങ്ങൾ പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ വളരെ എളുപ്പമായി തോന്നും. പക്ഷെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ആണ് ഫ്രഷേഴ്സിനൊക്കെ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? 6 hours വരെ ഒന്നുമില്ല. ഫ്രം 6 to 12 ഹാഫ് ഡി എ. ഏതാണോ ഗ്രേഡ്, ആ ഗ്രേഡ് ഓഫീസറുടെ ഫുൾ ഡി എ എന്താണോ അതിൻ്റെ പകുതി. എപ്പോൾ? എബവ് 6 hours അപ് ടു 12 hours 12 മണിക്കൂർ വരെ. ഇനി 12 മണിക്കൂറിലും അദ്ദേഹം ഡ്യൂട്ടി തീർന്നില്ല. അദ്ദേഹം ഡ്യൂട്ടി ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഏതെങ്കിലും ഒരു തപാൽ കൊണ്ടു കൊടുക്കൽ മാത്രമാവില്ല ഈ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ. ഒരു ട്രെയിനിങ്ങിനായിരിക്കും പോയിട്ടുണ്ടാവുന്നത്. അങ്ങനെ ഏതെങ്കിലും കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന, മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പർപ്പസാവും ആ യാത്രയുടെ ഉദ്ദേശം. അപ്പോൾ അത് 12 മണിക്കൂറിലും തീർന്നില്ല. അല്ലെങ്കിൽ വേറൊരു ഓഫീസ് ഓഡിറ്റ് ചെയ്യാൻ പോയ ഒരു ഓഫീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഡിറ്റ് വിങ് ആയിരിക്കും. അല്ലെങ്കിൽ ഹയർ ഓഫീസിലെ അക്കൗണ്ട് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നവരായിരിക്കും. അവർ സബോർഡിനേറ്റ് ഓഫീസുകൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്നതായിരിക്കും. ആ പർപ്പസ് എന്തോ ആയിക്കോട്ടെ, 12 മണിക്കൂറിലും കഴിഞ്ഞില്ല. എബവ് 12 hours അപ് ടു 24 hours 1 ഡി എ ആണ്. ഒരു ഫുൾ ഡി എ കിട്ടും. എബവ് 12 hours അപ് ടു 24 hours
1 DA. ഇനി 24 hours കഴിഞ്ഞു, വീണ്ടും ഹോൾട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഈ ഫ്രാക്ഷൻ വീണ്ടും അവിടെ ആവർത്തിക്കും. അതായത് an officer halted 30 hours at an outstation during a tour. An officer halted for 30 hours 30 മണിക്കൂർ ഒരു ഔട്ട് സ്റ്റേഷനിൽ ഹോൾട്ട് ചെയ്യേണ്ടി വന്നു. വാട്ട് ഈസ് ഹിസ് എലിജിബിൾ DA? അവിടെ ഗ്രേഡ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ എത്ര DA എന്ന് പറഞ്ഞാൽ മതി. എത്ര DA, എമൗണ്ട് അല്ല പറയേണ്ടത്, എത്ര DA. 30 മണിക്കൂർ ഒരു ഔട്ട് സ്റ്റേഷനിൽ ഒരു ഓഫീസർ ഹോൾട്ട് ചെയ്തു. എത്ര DA ആൾക്ക് അർഹതയുണ്ട്? നമ്മളിപ്പോൾ പറഞ്ഞ കണക്ക് പ്രകാരം 24 hours വരെയുള്ള ഹോൾട്ടിന് ഒരു ഫുൾ DA. അപ്പോൾ 24 മണിക്കൂർ വരെയുള്ള ഹോൾട്ട് കൊണ്ട് അദ്ദേഹത്തിന് ഒരു DA കിട്ടിക്കഴിഞ്ഞു. അദ്ദേഹം 30 മണിക്കൂർ ഹോൾട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എത്ര മണിക്കൂർ ബാക്കിയുണ്ട്? 6 hours ആണ് ബാക്കിയുള്ളത്. നമുക്കറിയാം അപ് ടു 6 hours നോ DA. അപ് ടു 6 hours നോ DA. അപ്പോൾ 30 മണിക്കൂർ ഹോൾട്ട് ചെയ്ത ഒരു ഓഫീസർക്ക് എലിജിബിൾ DA എന്ന് പറഞ്ഞാൽ 1 DA ആണ്. ഒരു DA ആണ് അയാളുടെ എലിജിബിലിറ്റി. മറ്റൊരു ഓഫീസർ ഹോൾട്ടഡ് അറ്റ് ആൻ ഔട്ട് സ്റ്റേഷൻ ഫോർ 16 hours 16 മണിക്കൂർ നേരം ഒരു ഓഫീസർ ഒരു ഔട്ട് സ്റ്റേഷനിൽ ഹോൾട്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ എലിജിബിൾ DA എത്രയാണ്? 16 മണിക്കൂർ അല്ലെങ്കിൽ 15 മണിക്കൂർ ഹോൾട്ട് ചെയ്തു. അതും 1 DA ആണ്. കാരണം 12 മണിക്കൂർ കഴിഞ്ഞാൽ 24 മണിക്കൂർ വരെ ഒരു DAക്ക് എലിജിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം ഹോൾട്ട് ചെയ്ത ടൈം 15 മണിക്കൂർ അല്ലെങ്കിൽ 16 മണിക്കൂർ, അദ്ദേഹത്തിന് ഒരു DA കിട്ടി. മറ്റേ ഓഫീസർ ഹോൾട്ട് ചെയ്തത് 30 മണിക്കൂർ, അദ്ദേഹത്തിനും ഒരു DA തന്നെ ഉള്ളൂ. കാരണം 15 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത് 24 മണിക്കൂർ വരെ കണ്ടിന്യൂ ചെയ്താലും ഒരു DA തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഇയാൾ 30 മണിക്കൂർ വരെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ 24-ന് ഒരു DA കഴിച്ച് ബാക്കി വെറും 6 മണിക്കൂറാണ്. 6 മണിക്കൂർ ഹോൾട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിന് അഡീഷണൽ DA ഇല്ല. അതും 1 DA ലിമിറ്റ് ചെയ്തു. ഒറ്റ DA. 15 മണിക്കൂർ ഹോൾട്ട് ചെയ്ത ആൾക്കും 30 മണിക്കൂർ ഹോൾട്ട് ചെയ്ത ആൾക്കും ഒരേ DA ആണ് കൊടുക്കുക. അതിൻ്റെ ചാർട്ട് അങ്ങനെ, പാറ്റേൺ അങ്ങനെയാണ്. 32 മണിക്കൂർ ഹോൾട്ട് ചെയ്തു ആ പ്രോബ്ലത്തിൽ വരുന്നതെങ്കിൽ 32 മണിക്കൂർ ഹോൾട്ട് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് 24 hours-ന് 1 DA കിട്ടും. റിമൈനിങ് നമ്പർ ഓഫ് ഹവേഴ്സ് എത്രയാ? 8 മണിക്കൂറുണ്ട് ബാക്കി. 8 മണിക്കൂർ ഹോൾട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു ഹാഫ് DA വേറെയും കിട്ടും. അപ്പോൾ 32 മണിക്കൂർ നേരം ഹോൾട്ട് ചെയ്യുന്ന ഒരു ഓഫീസർക്ക് ലഭിക്കുന്ന DA എന്ന് പറഞ്ഞാൽ 1.5 DA ആണ്. ഹോൾട്ടിന് ലഭിക്കുന്നത് 1.5 DA ആണ്. ഇതിങ്ങനെ മണിക്കൂർ കണക്കാക്കിയിട്ടൊന്നുമല്ല ചോദിക്കുക. An officer started his journey on official purposes from Thiruvananthapuram at 6 PM on ഒരു ഡേറ്റ് തന്നു and reached Thrissur at 4 AM. അടുത്ത ദിവസത്തെ ഡേറ്റ് 4 AM at Thrissur 4 AM and returned from Thrissur at 12 noon എന്ന് പറഞ്ഞിട്ട് വേറൊരു ഡേറ്റ് തന്നു and reached തിരുവനന്തപുരം at 10 PM. Calculate the halt DA of the officer at Thrissur. ഞാനിപ്പോൾ ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, ഡേറ്റ് പറയണ്ട. നിങ്ങളതിൽ ഈ തിരുവനന്തപുരത്ത് നിന്ന് എന്ന് പുറപ്പെട്ടു എന്നോ തൃശ്ശൂരിൽ നിന്ന് എപ്പോൾ പുറപ്പെട്ടു എന്നല്ല നോക്കണം. തിരുവനന്തപുരത്ത് നിന്ന് എന്ന് പുറപ്പെട്ടു നോക്കേണ്ട കാര്യമില്ല. തൃശ്ശൂർ എപ്പോൾ എത്തി? രാവിലെ 4 മണിക്ക് എത്തി. രാവിലെ പറഞ്ഞിട്ടുണ്ട്, രാവിലെ 4 AM ഓൺ 12/1/25. ഡേറ്റ് പറയാം, 12/1/25 12/1/25 അദ്ദേഹം തൃശ്ശൂരെത്തി രാവിലെ 4 മണിക്ക്. ആൻഡ് റിട്ടേൺഡ് ഫ്രം തൃശ്ശൂർ at 12 noon on 15/1/25 15/1/25 returned from Thrissur and reached Thiruvananthapuram at 10 PM on the same day. തൃശ്ശൂർ DA കണക്കാക്കാനാണ് പറഞ്ഞത്. നിങ്ങൾ എന്താ കണക്കാക്കേണ്ടത്? 12-ാം തീയതി രാവിലെ 4 മണിക്ക് തൃശ്ശൂർ എത്തിയാൽ അവിടം തൊട്ട് 15-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി വരെ തൃശ്ശൂരുണ്ട്. അപ്പോൾ 12-ാം തീയതി
രാവിലെ 4 മണി തൊട്ട് 15-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി വരെ എത്ര ഹവേഴ്സാണ്, എത്ര ഡേയ്സ് ഉണ്ട്, അത് കംപ്ലീറ്റഡ് ഡേയ്സ് എത്ര ഉണ്ട്, പിന്നെ റിമൈനിങ് നമ്പർ ഓഫ് ഹവേഴ്സ് ഉണ്ടെങ്കിൽ അത് എത്രയാണ് എന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? 12-ാം തീയതി രാവിലെ 4 മണിക്ക് എത്തി, 13-ാം തീയതി രാവിലെ 4 മണിക്ക് 1 ഡേ, 14-ാം തീയതി രാവിലെ 4 മണിക്ക് അനദർ ഡേ, രണ്ടാമത്തെ ദിവസം, ആൻഡ് 15-ാം തീയതി രാവിലെ 4 മണിക്ക് മൂന്നാമത്തെ ദിവസം. അപ്പോൾ 3 ഫുൾ ഡേ കിട്ടി. 3 ഫുൾ ഡേ എന്ന് പറഞ്ഞാൽ 3 ഫുൾ DA കിട്ടി 15-ാം തീയതി രാവിലെ 4 മണിയോട് കൂടി. പിന്നെ 15-ാം തീയതി രാവിലെ 4 മണി തൊട്ട് 15-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി വരെയാണ്. എത്ര മണിക്കൂറുണ്ട്? രാവിലെ പുലർച്ചെ 4 മണി തൊട്ട് ഉച്ചയ്ക്ക് 12 മണി വരെ എത്ര മണിക്കൂറുണ്ട്? 5, 6, 7, 8, 9, 10, 11, 12, 8 മണിക്കൂറുണ്ട്. 8 മണിക്കൂറിന് ഒരു ഹാഫ് DAയും കൂടി കിട്ടും. അപ്പം 3 കംപ്ലീറ്റഡ് ഡേയ്സിന് 3 DAയും അനദർ 8 അവേഴ്സിന് ഒരു ഹാഫ് DAയും കിട്ടി അയാൾക്ക്. അപ്പോൾ 3.5 DA ആണ് ആ തൃശ്ശൂരത്തെ ഹോൾട്ടിന് അദ്ദേഹത്തിന് ലഭിക്കുക. ഇങ്ങനെ പലപ്പോഴും പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കംപ്ലീറ്റഡ് ഹവേഴ്സ് ഒന്നും പറയില്ല, എത്തിയ സമയം പറയും, തിരിച്ചു പോകുന്ന സമയം പറയും. ആ എത്തിയ സമയം തന്നെ ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് പറയില്ല. തിരുവനന്തപുരത്ത് നിന്ന് ഇത്ര മണിക്ക് പുറപ്പെട്ടു, ആഫ്റ്റർ എ ജേർണി ഓഫ് 6 hours ഹി റീച്ച് അറ്റ് ആലപ്പുഴ, അങ്ങനെയാവും പറയാം. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട സമയമല്ല നിങ്ങൾ നോക്കേണ്ടത്, അത് കഴിഞ്ഞ് 6 മണിക്കൂർ കഴിഞ്ഞു ആലപ്പുഴ എത്താൻ. അതായത് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചാൽ മാത്രം ഇതൊക്കെ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാം. ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കേണ്ട. ഈ രീതിയിലൊക്കെ ആണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമ്മൾ DAയുടെ ഒരു ഏറ്റവും മിനിമമാണ് പറഞ്ഞത്. അപ് ടു 6 hours no DA, 6 to 12 hours half DA, about 12 up to 24 hours 1 DA, and if the halt is again continuing, the remaining number of hours shall be fractionalized like this. ഇതേ രീതിയിൽ ഫ്രാക്ഷനാക്കി DA കണ്ടുപിടിക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ DA കൊടുത്ത് എത്ര ദിവസം വരെ മാക്സിമം നമുക്ക് ഹോൾട്ടിന് DA കൊടുക്കാം ചോദിച്ചിട്ടുണ്ട്. മാക്സിമം നമ്പർ ഓഫ് ഡേയ്സ് ഫോർ വിച്ച് DA ക്യാൻ ബി അലോട്ടഡ് ഈസ് 90 days. 90 ദിവസമാണ് മാക്സിമം ഒരു ഓഫീസർക്ക് ഹോൾട്ട് DA കൊടുക്കാൻ പറ്റുന്നത്. ഈ 90 ദിവസവും ഒരേ കണക്കിലല്ല കൊടുക്കുക, അതിൽ വ്യത്യാസമുണ്ട്, നമ്മൾ വഴിയെ പഠിക്കാം. ഇപ്പോൾ ഈ DAയുടെ നമ്പർ ഓഫ് ഹവേഴ്സും ഡേയ്സും ഒക്കെ പറയുമ്പോൾ അതിനോട് ചേർത്ത് പറഞ്ഞതാണ്. അങ്ങനെ DA കൊടുത്ത് മാക്സിമം DA കൊടുക്കാവുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് 90 ആണ്, 90 ദിവസം വരെയാണ്. അപ്പോൾ ഈ DA ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, അത് നിങ്ങൾക്ക് ബൈഹാർട്ട് പഠിക്കൊന്നും വേണ്ട. ഓരോ DA കുറിച്ചും ഞാൻ പറഞ്ഞു തന്ന ആ ചാർട്ടിൽ, പുസ്തകത്തിൻ്റെ പേ റിവിഷൻ 11th പേ കമ്മീഷൻ്റെ ഉത്തരവിൻ്റെ പുസ്തകത്തിൽ ആദ്യത്തെ 50 പേജ് ഫോട്ടോ കോപ്പി എടുത്ത് വെച്ചാൽ അതിൽ ഇതിൻ്റെ ചാർട്ടുകളൊക്കെ ഉണ്ട്. അത് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ആ ചാർട്ട് പ്രകാരം ഗ്രേഡ് 1 ഓഫീസറുടെ DA 600 രൂപയാണ്. ഈ DA പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം. അതായത് DA ഇൻസൈഡ് ദ സ്റ്റേറ്റും ഔട്ട്സൈഡ് ദ സ്റ്റേറ്റും വ്യത്യസ്തങ്ങളാണ്. ഗ്രേഡ് 1 ഓഫീസർ കേരളത്തിനകത്ത് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ DA ഡെയിലി അലവൻസ് ദിനബത്ത 600 രൂപയാണ്. 11ാം ശമ്പള കമ്മീഷൻ പ്രകാരം അത് 600 രൂപയാണ്. അതേസമയം അദ്ദേഹം കേരളത്തിന് പുറത്താണ് ഹോൾട്ട് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ 1 DA എന്ന് പറഞ്ഞാൽ അത് 750 ആണ്. അത് എല്ലാ ഗ്രേഡ് ഓഫീസേഴ്സിൻ്റെയും DA കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും 2 റേറ്റാണുള്ളത്. ഗ്രേഡ് 1 ഓഫീസേഴ്സ് ആണെങ്കിൽ DA ഈസ് 600 ഇൻസൈഡ് ദ സ്റ്റേറ്റ്, ആൻഡ് വെൻ ഹി ഈസ് halting at an outstation which is outside Kerala, then it is 750 rupees. And similarly for grade 2A, inside state it is 500 rupees, and outside state it is 650 rupees. And similarly with the grade 2B also,
Inside state 500, outside state 650. And grade 3 and 4, it is 350 and 500 respectively. Inside the state, both for grade 3 and 4 officers, it is 350. And when they are halting at a station which is outside Kerala, then they are respectively 500 each for grade 3 and grade 4 officers. അപ്പോൾ അതൊക്കെയാണ് ഡി എ എന്നുള്ള ഡി എയും ഓഫീസേഴ്സിൻ്റെ ഗ്രേഡും തമ്മിലുള്ള ബന്ധം. ഡി എയുടെ കഥകൾ കഴിഞ്ഞിട്ടില്ല. അത് ഇനി അടുത്ത ക്ലാസ്സിൽ ഡി എയുടെ കൂടുതൽ കാര്യങ്ങളുമായിട്ട് വരാം. താങ്ക് യു.